നമസ്കാരം. ഞാൻ വട്ടപ്പാറ വിജയകുമാർ. ഞാൻ ഈ പഠിപ്പിക്കുന്ന പാഠങ്ങൾ തുടക്കക്കാരെ ഉദ്ദേശിച്ച്, ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ്. ശരിയായ രീതിയിൽ ഉള്ള ഒരു പ്രാക്ടീസ്, നല്ല രീതിയിൽ വായിക്കാൻ വളരെ ഈസി ആയിട്ട് വയലിൻ വായിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതായത് നമ്മൾ ശരിയായ പൊസിഷനിൽ ബോ പിടിച്ച് ശരിയായ രീതിയിൽ വയലിൻ വെച്ച് ശരിയായ രീതിയിൽ വയലിൻ ഹോൾഡ് ചെയ്ത് ശരിയായ രീതിയിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. തെറ്റായ രീതിയിലുള്ള ബോ പിടുത്തം നമ്മുടെ കൈക്ക് വേദന ഉണ്ടാക്കും. ഓക്കെ, അതുപോലെ തന്നെ ശരിയായ രീതിയിൽ വയലിൻ ഹോൾഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ വിരലുകൾക്കുള്ള മൂവ്മെൻറ്റും തടസ്സം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തെനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വർണ്ണങ്ങളും സ്വരജതികളും ജതിസ്വരങ്ങളും കീർത്തനങ്ങളും ഒക്കെ വർണ്ണങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അതിലെ സ്വരങ്ങളെ പിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഹംസധ്വനി രാഗത്തില് ഹംസധ്വനി രാഗവർണ്ണത്തില് ഗാരി ഗരി സരി സരി ഗരി സരി ഗരി സരി ഇങ്ങനെ വായിക്കുമ്പോഴേ ഗാരി ഗരി സരി അത്രയും സ്വരങ്ങളെ ഒരുമിച്ച് തന്നെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തെടുക്കണം. അത്രയും സ്വരങ്ങൾ ഗാരി ഗരി സരി ഇതിനെ ഷഫിൾ ചെയ്ത് മാറ്റരുത്. അപ്പൊ ഗാരി ഗ എന്ന് നിർത്തിയിട്ട് രി ഗരി സരി ഗാരി ഗ രി സരി അങ്ങനെ പിരിക്കുന്നത് മാറ്റി മാറ്റി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മനസ്സിനകത്തേക്ക് അത് ബൈഹത്താക്കാൻ വലിയ പാടാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ ഗാരി ഗരി സരി നി സരി ഗ അല്ലാതെ നി സരി ഗരി രി സാനി അങ്ങനെ തോന്നിയതുപോലെ മാറ്റി 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 സ്വരങ്ങളെ പിരിച്ച് വായിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അത് ഒരു പ്രത്യേക പാറ്റേണിൽ തന്നെ വായിച്ച് 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 പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ മനസ്സിനകത്ത് ഓർത്തു വയ്ക്കാൻ പ്രയാസമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ പാഠങ്ങളെല്ലാം വായിക്കുമ്പോൾ ആ രീതിയിൽ പിരിക്കുന്നത് എങ്ങനെയാണ്, സ്വരങ്ങളുടെ പിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോ ഗാരി ഗരി സരി നി സരി ഗരി രി സനി രി ആ രീ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നി സരി ഗരി രി സനി രി നി ഗരി നി സരി വനി സരി ഗ 2 3 പ ഗരി സരി ഗപ്പനി രി ഗപ്പ നി സരി ഗപ്പ പനി സരി ഗപ്പനി രി ഗപ്പനി സാ രി രി സാനി പ നി ഗരി സാനി പനി സരി ഗപാനി സാരി ഗരി പനി സരി ഗരി നീരി ഗപ്പ ഗരി സാനി സരി സാനി പഗരി ഗപ്പാനി ഗരി സാനി പ രി സാനി പ ഗാരി സരി ഇങ്ങനെ സ്വരങ്ങളെ ഒരു പ്രത്യേക പാറ്റേണിൽ പിരിച്ച് വെച്ച് ആ രീതിയിൽ തന്നെ ഏറ്റവും മനസ്സിനകത്ത് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സ്വരങ്ങളെ പിരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അത് വായിച്ചു വരുമ്പോഴാണ് നമുക്ക്
പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ. അതുപോലെ ഈ ഫിംഗറിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തോന്നിയതുപോലെ ഏതെങ്കിലും വിരലുകൾ വെച്ച് ഏതെങ്കിലും ഇഷ്ടമുള്ള സ്വരങ്ങൾ വെച്ച് വെറുതെ ഇങ്ങനെ വായിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഫിംഗറിങ് കറക്റ്റായി കിട്ടത്തില്ല. ഇപ്പോ ഈ ഫസ്റ്റ് ഫിംഗർ വെച്ച് രീ എന്ന് വായിക്കാം, മാ എന്ന് വായിക്കാം. ഇവിടെ ഒന്നാമത്തെ കമ്പിയിൽ ദാ എന്ന് വായിക്കാം, സാ എന്ന് വായിക്കാം. അതിനപ്പുറത്തേക്ക് ഈ ഫസ്റ്റ് ഫിംഗറിനെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അടുത്ത് ഗ എന്ന് വായിക്കുന്നതിന് സെക്കൻഡ് ഫിംഗർ ഗ, പ, നീ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒക്ടേവിൽ വരുമ്പോൾ രീ വായിക്കാം, ഗ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പ, നീ, ഗ, പ, നീ കൂടാതെ ഇവിടെ രീയും കൂടെ വായിക്കാം. അത് സെക്കൻഡ് ഫിംഗർ. അതുപോലെ തേർഡ് ഫിംഗർ മാ എന്ന് വായിക്കാം. അടുത്ത ഇവിടെ ദാ എന്ന് വായിക്കാം, ഇവിടെ സാ എന്ന് വായിക്കാം, ഇവിടെയും സാ എന്ന് വായിക്കാം. ഇവിടെ രീ കഴിഞ്ഞിട്ട് ഗ വായിക്കാം. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ദാ എന്ന് വായിക്കാം, അങ്ങനെ വീണ്ടും സാ എന്ന് വായിക്കാം. അത് തേർഡ് ഫിംഗർ. അപ്പോൾ ആ രീതിയിൽ വിരലുകളെ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഗ എന്ന് വായിക്കുമ്പോൾ ഈ വിരൽ വയ്ക്കണോ, ആ വിരൽ വയ്ക്കണോ, ഇത് വയ്ക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വയലിൻ വായിച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ഫിംഗറിങ്, തെറ്റായ രീതിയിലുള്ള ബോയിങ്, തെറ്റായ രീതിയിലുള്ള വയലിൻ ഹോൾഡിങ്, വയലിൻ പൊസിഷൻ, ഇതെല്ലാം നമുക്ക് വയലിൻ വായിക്കുന്നതിന് തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് വയലിൻ വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിൻ്റെ കമൻറ്റ് കോളത്തിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. ഓൺലൈൻ ക്ലാസ്സിൽ ചേരണമെന്നുള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.